നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു അത്യപൂർവ വീഡിയോ ആണ്. ടീം ഇന്ത്യ ICC T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടപ്പോൾ തകർന്നടിഞ്ഞ റെക്കോർഡുകൾ ഒരു പിടിയുണ്ട്. ഈ റെക്കോർഡുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിൽ. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ചെടുത്തൊന്ന് പറയുകയാണ്. ഒരു പിടി റെക്കോർഡുകൾ. ഇത് അപൂർവ വീഡിയോ ആണെന്ന് പറയുന്നത് ഇത്രയധികം റെക്കോർഡുകൾ ഒറ്റ കളിയിൽ പിറക്കുക എന്നുള്ളത് അത്യപൂർവമായതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ 96 റൺസിൻ്റെ വിജയമാണല്ലോ നമ്മുടെ ടീം ന്യൂസിലാൻഡിന് മേൽ നേടിയത്. അതോടുകൂടി തകർന്നു വീണ റെക്കോർഡുകൾ പുതുതായിട്ട് റെക്കോർഡ് ബുക്കിൽ എഴുതി ചേർക്കപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ നോക്കുക. മൂന്നാം തവണയാണ് ICC T20 വേൾഡ് കപ്പിൽ ടീം ഇന്ത്യ മുത്തമിടുന്നത്. അതൊരു റെക്കോർഡാണ്. ഇത്രയധികം T20 കിരീടങ്ങൾ നേടിയ മറ്റൊരു ടീമില്ല. 2007 ആദ്യമായിട്ട് നമ്മൾ കിരീടം മുത്തമിട്ടു. പിന്നെ 2024 ഇതാ 2026 വീണ്ടും കിരീടങ്ങളിലേക്ക് പോയി. വെസ്റ്റ് ഇൻഡീസിനും ഇംഗ്ലണ്ടിനും 2 വീതം തവണയാണ് T20 വേൾഡ് കപ്പിൽ മുത്തമിടാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അവരെ മറികടന്നുകൊണ്ട് പുത്തൻ റെക്കോർഡ് 3 തവണ T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടു. ഇന്ന് നോക്കുക, തുടർച്ചയായി T20 വേൾഡ് കപ്പിൽ മുത്തമിട്ട മറ്റൊരു ടീമില്ല. തുടർച്ചയായി 2 എഡിഷനുകളിൽ കിരീടം ചൂടിയ മറ്റൊരു ടീമില്ല. അപ്പോൾ 2024 2026 അത് നേടിക്കൊണ്ട് ടീം ഇന്ത്യ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. സ്വന്തം നാട്ടിൽ T20 വേൾഡ് കപ്പ് നേടിയ ഒരു ടീമില്ല. ആ റെക്കോർഡും ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി 255 റൺസാണ് ടീം ഇന്ത്യ ഫൈനലിൽ അടിച്ച് കൂട്ടിയത്. ഇത് റെക്കോർഡാണ്. ഹയസ്റ്റ് എവർ ടോട്ടൽ ഇൻ എ T20I ഇൻ്റർനാഷണൽ ഫൈനൽ. T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അല്ലെങ്കിൽ ഒരു T20I ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ പിറക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് 255-ന് 5 എന്ന് പറയുന്നത്. 92 റൺസാണ് നമ്മൾ പവർ പ്ലേയിൽ അടിച്ചത്. അത് ജോയിൻ്റ് ഹയസ്റ്റ് പവർ പ്ലേ ടോട്ടൽ ഇൻ T20 വേൾഡ് കപ്സ്. T20 വേൾഡ് കപ്പിൽ പിറന്ന ജോയിൻ്റ് ഹയസ്റ്റ് പവർ പ്ലേ സ്കോറാണത്. വെസ്റ്റ് ഇൻഡീസ് ഇതുപോലെ 2024 അഫ്ഗാനിസ്ഥാനെതിരെ 92 റൺസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അവർക്കൊരു വിക്കറ്റ് നഷ്ടമായിരുന്നു. ഇനി നോക്കുക, ഇന്ത്യയുടെ ടോപ്പ് 3 പ്ലെയേഴ്സ് അടിച്ചങ്ങ് തകർക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിൽ 18 പന്തുകളിൽ നിന്നാണ് അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി പിറന്നത്. ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് ഇൻ നോക്കൗട്ട്സ് ഓഫ് T20 വേൾഡ് കപ്സ്. T20 വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ കുറിക്കപ്പെട്ട അർദ്ധ സെഞ്ചുറി ആയിരുന്നു അഭിഷേക് ശർമ്മയുടേത്. സഞ്ജു സാംസൺ 97 നോട്ട് ഔട്ട്, 89 അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ, വീണ്ടും 89 ഫൈനലിൽ. ബിക്കം ദി ഓൺലി സെക്കൻഡ് ബാറ്റർ ടു രജിസ്റ്റർ 3 കൺസിക്യൂട്ടീവ് 85+ സ്കോർസ് ഇൻ T20Is. T20Isൽ ഇങ്ങനെ 85-ന് മുകളിൽ 3 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് നേടുന്ന രണ്ടാമത്തെ മാത്രം ബാറ്ററാണ് അദ്ദേഹം. ഫ്രാൻസിൻ്റെ ഗുസ്താവ് മക്യോൺ 76 റൺസ്, 109 റൺസ്, 101 റൺസ്, അതുപോലെ 87 റൺസ് എന്ന രൂപത്തിൽ നേരത്തെ ഈ ഫോർമാറ്റിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഫുൾ മെമ്പർ ടീമുകളിൽ ആദ്യമായിട്ടാണ് ഒരു ബാറ്റർ ഇങ്ങനെ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ 85+ സ്കോർ അടിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക. ദെൻ 50+ സ്കോറുകൾ 3 കൺസിക്യൂട്ടീവ് T20 വേൾഡ് കപ്പ് ഇന്നിങ്സിൽ നേടുക. സഞ്ജു അത് നേടി. അങ്ങനെ നേടുന്ന 7ാമത്തെ മാത്രം ബാറ്ററാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല 3ാമത്തെ മാത്രം ഇന്ത്യൻ താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുമ്പ് 3 50+ സ്കോറുകൾ T20 വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ള ഒന്ന് വിരാട് കോഹ്ലിയാണ് 2016-ലും 2021-ലും, KL രാഹുൽ 2021-ൽ. സോ ആ ഒരു കൂട്ടത്തിലേക്ക് സഞ്ജു സാംസൺ എത്തുന്നു. 24 സിക്സറുകൾ സഞ്ജു സാംസൺ അടിച്ചില്ലേ. ഒരു T20I വേൾഡ് കപ്പ് എഡീഷനിൽ ഒറ്റ ടൂർണമെൻറ്റിൽ ഇത്രയധികം സിക്സർ അടിക്കുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറുന്ന 24 സിക്സറുകൾ, അതും വെറും 5 ഇന്നിങ്സുകളിൽ നിന്ന്. പുറകിലുള്ളത് ഫിൻ അലനാണ്. 20 സിക്സറുകൾ അദ്ദേഹം 8 ഇന്നിങ്സുകളിൽ നിന്ന് നേടി. ഷിംറോൺ ഹെറ്റ്മയർ 19 സിക്സറുകൾ 7 ഇന്നിങ്സിൽ നിന്ന് നേടി. ഇഷാൻ കിഷന് 18 സിക്സറുകൾ 9 ഇന്നിങ്സിൽ നിന്ന് നേടി. ഷൈബ്സാദ ഫർഹാൻ 18 സിക്സറുകൾ 6 ഇന്നിങ്സിൽ നിന്ന് നേടി. പിന്നെ നമ്മുടെ ശിവൻ ദ്യൂബെ 17 സിക്സറുകൾ 8 ഇന്നിങ്സിൽ നിന്ന് നേടി. ഇതൊക്കെയാണ് കണക്കുകൾ. സോ സഞ്ജു സാംസൺ അത് റെക്കോർഡ്, അത് ഈ വേൾഡ് കപ്പിലെ റെക്കോർഡ് മാത്രമല്ല,
ഇതുവരെ ഉണ്ടായിരുന്ന നിക്കോളാസ് പൂറൻ 2024 നേടിയ 17 സിക്സറുകളുടെ റെക്കോർഡാണ്. അത് മറികടന്ന് 24 സിക്സറുകളിലേക്ക് സഞ്ജു സാംസൺ എത്തി എന്നുള്ളതാണ് ഇവിടെ പുത്തൻ റെക്കോർഡ്. ദെൻ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട്, അതുകൂടാതെ ഇഷാൻ കിഷൻ 54, സഞ്ജു 89, അഭിഷേക് 52, ഇഷാൻ കിഷൻ 54 ബിക്കം ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടോപ്പ് 3 ഹിറ്റിംഗ് 50+ സ്കോർസ് ഇൻ എ T20 വേൾഡ് കപ്പ് ഇന്നിങ്സ്. T20 വേൾഡ് കപ്പ് ഫൈനലിലെന്നല്ല, T20 വേൾഡ് കപ്പിൽ തന്നെ 3 ബാറ്റർമാരും 50+ സ്കോർ അടിക്കുന്ന, ടോപ്പ് 3യിലെ 3 പേരും അടിക്കുന്ന ആദ്യത്തെ ഇന്നിങ്സാണ് എന്ന് പറയുമ്പോൾ ഇത് പുതിയൊരു ചരിത്രമാണ് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക. ഇനി ഇന്ത്യ ഈ വേൾഡ് കപ്പിൽ ആകെ അടിച്ചത് 106 സിക്സറുകളാണ്. 100-ലധികം സിക്സറുകൾ ഒരു T20 വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൽ അടിക്കുന്ന ആദ്യ ടീമായിട്ട് ടീം ഇന്ത്യ മാറിയിരിക്കുന്നു. 106 സിക്സറുകൾ. ദെൻ ഈ ഫൈനലിലുണ്ടല്ലോ 7 ഓവറുകളിൽ 20-ലധികം റൺസ് പിറന്നിട്ടുണ്ട്. 6 ഇന്ത്യയുടെ ഇന്നിങ്സിലും 1 ന്യൂസിലാൻഡിൻ്റെ ഇന്നിങ്സിലുമാണ്. ഇത് ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ ഫൈനലിൽ 7 ഓവറുകളിൽ 20+ സ്കോർ വരുന്നത്. ഇനി ബൂംറയുടെ പ്രകടനം നോക്കുക. 40 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് T20 വേൾഡ് കപ്പിൽ. സോ ബൂംറ ഈസ് ദി മോസ്റ്റ് ബൈ എ ഫാസ്റ്റസ്റ്റ് ബൗളർ T20 വേൾഡ് കപ്പ്. 40 വിക്കറ്റ്സ് ബൈ ജസ്പ്രീത് ബൂംറ ഈസ് ദി മോസ്റ്റ് ബൈ എ ഫാസ്റ്റ് ബൗളർ ഇൻ T20 വേൾഡ് കപ്സ്, സർപ്രാസിംഗ് ലസിത് മലിംഗാസ് 38. ഇതുവരെ മലിംഗക്കായിരുന്നു T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത പേസ് ബോളർ എന്ന റെക്കോർഡ്. അത് 38 വിക്കറ്റുകളായിരുന്നു. അത് മറികടന്ന് 40 വിക്കറ്റുകളിലേക്ക് ഇതാ ജസ്പ്രീത് ബൂംറ എത്തിയിരിക്കുന്നു. മാത്രമല്ല ബൂംറയുടെ ഈ 15 റൺസിന് 4 വിക്കറ്റ്, അത് ഫൈനലിലെ സെക്കൻഡ് ബെസ്റ്റ് സ്കോറാണ്, ബെസ്റ്റ് ഫിഗറാണ്. 15 റൺസിന് 4 വിക്കറ്റ്. ഇതിനു മുമ്പ് അജന്ത മെൻഡീസ് 12 റൺസിന് 4 വിക്കറ്റ് 2012 കൊളംബോയിൽ RPSൽ നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ബൂംറ become the 4th player after Shahid Afridi, Sam Curran, Virat Kohli to bag the double of player of the match in a final and a player of the tournament. So ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരവും നേടുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം 4ാമനായിട്ട് എത്തുന്നു. കാരണം പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം ഇത്തവണ നമ്മുടെ സഞ്ജുവാണ് നേടിയതെങ്കിലും കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ബൂംറയാണ് നേടിയത്. പിന്നെ ഈ ഫൈനലിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചുമായി. അപ്പോൾ അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇതേ നേട്ടത്തിലേക്ക് എത്തിയത് ഷാഹിദ് അഫ്രീദി 2007-ലും 2009-ലുമായിട്ട് ആ നേട്ടത്തിലേക്ക് എത്തിയത്. സാം കറൻ 2022-ൽ 2 നേട്ടങ്ങളും നേടിയിട്ടുണ്ടായിരുന്നു. വിരാട് കോഹ്ലി 2014, 2016, 2024 ഈ നേട്ടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റെക്കോർഡ് കൂടി ഇവിടെ പിറക്കുകയാണ്. ഇനിയും നോക്കുക, ഒരു പിടി റെക്കോർഡുകളുടെ ഒരു കൂട്ടമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുക. ഇതുവരെ ന്യൂസിലാൻഡിനെതിരെ T20 വേൾഡ് കപ്പിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയിരുന്നില്ല. അത് നേടി ഇപ്പോൾ 1-3 എന്ന രൂപത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഇനി മറ്റൊരു കണക്ക് 96 റൺസിനാണല്ലോ ടീം ഇന്ത്യ വിജയിച്ചത്. India's win margin against New Zealand is the biggest by runs in the men's T20 World Cup. മെൻസ് T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ 96 റൺസിൻ്റെ വിജയം നമ്മൾ നേടുമ്പോൾ അതുപോലെ തന്നെ റെക്കോർഡാണ്. T20 വേൾഡ് കപ്പിൽ ഒരു ഹയസ്റ്റ് വിന്നിംഗ് മാർജിനാണ് ബൈ റൺസ്. നേരത്തെ ഉണ്ടായിരുന്നത് 93 റൺസിന് നമീബിയക്കെതിരെ വേൾഡ് കപ്പിൽ വിജയിച്ചതായിരുന്നു. ഇത് ഫൈനലിൽ മാത്രം കണക്കല്ല, മൊത്തം വേൾഡ് കപ്പിലെ കണക്കാണ് എന്ന കാര്യം കൂടി നോക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ക് നോക്കുക. ഇന്ത്യ ബിക്കം ദി ഫസ്റ്റ് ടീം സ്കോർ 250+ ഇൻ കൺസിക്യൂട്ടീവ് മെൻസ് T20 ഐസ്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ T20 250 റൺസിന് മുകളിലെടുക്കുന്ന ആദ്യ ടീമാണ് ടീം ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ 253 റൺസ് അടിച്ചിരുന്നല്ലോ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കളിയിൽ 255 റൺസ് അടിച്ചത്. അത് പുത്തൻ റെക്കോർഡാണ്. ഇനി നോക്കുക, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ക് സഞ്ജു സാംസണിൻ്റെ പ്രകടനം. 89 അദ്ദേഹം അടിച്ചത്. ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ഇൻ T20 വേൾഡ് കപ്പ് ഫൈനൽ. T20 വേൾഡ് കപ്പിലെ ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. നേരത്തെ മർലോൺ സാമുവൽസ് 85 റൺസ് ഇംഗ്ലണ്ടിനെതിരെ 2016 അടിച്ചതായിരുന്നു റെക്കോർഡ്. ഒപ്പം തന്നെ കെയ്ൻ വില്യംസൺ ഓസ്ട്രേലിയക്കെതിരെ 2021-ലും 85 റൺസ് അടിച്ചിരുന്നു. അവരെ മറികടന്നുകൊണ്ട് 89 റൺസ് അടിച്ച്
ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റവും അധികം റൺസ് അടിക്കുന്ന താരമായിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ 98 റൺസാണ് പിറന്നിരുന്നത്. ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ബൈ ആൻ ഓപ്പണിംഗ് പെയർ ഇൻ എ മെൻസ് T20 വേൾഡ് കപ്പ് ഫൈനൽ. സോ ഓപ്പണിംഗ് സഖ്യത്തിൽ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പിറക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ഈ 98 റൺസ് എന്ന് പറയുന്നത്. അവർ മറികടന്നിരിക്കുന്നത് കമ്രാൻ അക്മലും ഷസൈബ് ഹസനും കൂടി 2009 വേൾഡ് കപ്പിൽ അടിച്ചിരുന്ന 50 റൺസിൻ്റെ ആ ഒരു പ്രകടനമാണ്. അതിനെ മറികടന്ന് 98 റൺസിലേക്ക് എത്തിയിട്ട് പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു സഞ്ജുവും അഭിഷേക് ശർമ്മയും. ഇനി 92-0 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അത് ഹയസ്റ്റ് പവർ പ്ലേ സ്കോറാണ് ഒരു മെൻസ് T20 വേൾഡ് കപ്പ് ഫൈനൽ എന്നുള്ളത്. ഇനി അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം അത് 18 പന്തുകളിലാണ് അടിച്ചത്. അതടിച്ചത് ഇൻസൈഡ് പവർ പ്ലേ ആണ്. സോ അഭിഷേക് ശർമ്മ ഇതോടുകൂടി 4 അർദ്ധ സെഞ്ചുറികൾ T20യിൽ ഇൻസൈഡ് പവർ പ്ലേയിൽ അടിച്ചിട്ടുണ്ട്. സോ അത് ഒരു ബാറ്ററുടെ ഏറ്റവും ഉയർന്ന കണക്കാണ്. 4 തവണ T20യിൽ ഇൻസൈഡ് പവർ പ്ലേയിൽ അർദ്ധ സെഞ്ചുറി നേടിയ മറ്റൊരു ബാറ്ററും ഇല്ല. ഇപ്പം മറികടന്നിരിക്കുന്നത് എസ്വാറ്റിനിയുടെ ആദിൽ ഭട്ടും സൗദി അറേബ്യയുടെ ഫൈസൽ ഖാനും 3 അർദ്ധ സെഞ്ചുറികൾ ഇങ്ങനെ ഈ പവർ പ്ലേക്ക് ഉള്ളിലടിച്ചിരുന്നു. അത് മറികടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ഫുൾ മെമ്പർ സ്ക്വാഡിൽ ടീമുകൾ എടുക്കുമ്പോൾ ആദ്യ താരമാണ് അഭിഷേക് ശർമ്മ ആ കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസണിൻ്റെ റൺസാണ്. 321 റൺസാണ് ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ഒരു T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന താരമെന്ന റെക്കോർഡിൽ അദ്ദേഹം വിരാട് കോഹ്ലിയെ മറികടന്നിരിക്കുന്നു. 2014 വിരാട് കോഹ്ലി 319 റൺസാണ് അടിച്ചിരുന്നത്. സഞ്ജു സാംസൺ 321 റൺസുമായിട്ട് അത് തിരുത്തി കുറിച്ചിരിക്കുന്നു. സോ പുത്തൻ റെക്കോർഡുകൾ, ഒരു കൂട്ടം റെക്കോർഡുകൾ പിറന്നൊരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. അതാ പറഞ്ഞത് ഇതൊരു അത്യപൂർവ്വ വീഡിയോ ആണെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.